ഹായ് ഹലോ വെൽക്കം ബാക്ക്. നല്ല അടിപൊളിയായിട്ട് പോകുന്നെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ചിക്കൻ ഹനീത്താണ്. എപ്പോഴും മന്തി ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇഫ്താറിനൊക്കെ ഇതുണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഹനീത്തിന് വേണ്ട മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ എടുത്ത് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കായ, കുറച്ച് ഗ്രാമ്പു, 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതെല്ലാം നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായി റോസ്റ്റ് ആയതിനു ശേഷം ലാസ്റ്റാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഞാൻ 2 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് സുർക്കയും ഒഴിച്ച് ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടും. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച ഹനീത്തിൻ്റെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നോക്കി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ചിക്കനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ 2 സൈഡും നന്നായി കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഇത്രയും വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്തത് നമുക്ക് ഈ സ്റ്റോക്ക്, ചിക്കൻ്റെ ഈ സ്റ്റോക്ക് ആവശ്യമായിട്ടുണ്ട്. ഈ സ്റ്റോക്കിലാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചിക്കൻ്റെ സ്റ്റോക്കിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്റ്റോക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ച് അതേ പാനിലേക്ക് തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുറച്ച് നല്ല ജീരകം, അതുപോലെ കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് മല്ലി ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഹനീത്തിൻ്റെ മസാല തയ്യാറാക്കിയ അതേ സ്പൈസസ് തന്നെയാണ്. എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായി പൊട്ടിച്ചെടുക്കണം. അപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 സവോള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് സവോളയാണ്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതേ സവാളയൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വരുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കോരി മാറ്റി വെച്ച ചിക്കനൊക്കെ ഓയിലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഞാൻ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിനായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്ത് 2 സൈഡും നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഇനി ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഉള്ളി എന്തായി എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് ഹനീത്ത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ വാടി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് അരി വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 1.5 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ഗ്ലാസ് അരിയാണ്. 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അരി വേവാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലേ ചോറ് വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആവും. എന്നിട്ട് ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ബസുമതി അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10-20 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് ഊറ്റി വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ലിഡിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിലാക്കി അരിയൊക്കെ നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 10 to 15 മിനിറ്റൊക്കെ മതിയിട്ട് നമ്മുടെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നമുക്ക് ചോറൊക്കെ നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മലയാള ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.